ചെകുത്താന്റെ എപ്പിസോഡ് 57ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെകുത്താൻ സീരിയൽ തീരാറായതുകൊണ്ട് എപ്പിസോഡുകൾ ചാനൽ ഇടുന്നത് കുറവാണ്. എനിക്ക് എപ്പിസോഡുകൾ കിട്ടുമ്പോൾ ഉടൻ തന്നെ എന്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അതുവരെ വെയിറ്റ് ചെയ്യണേ. കഥ തുടങ്ങുമ്പോൾ പീയൂഷിന്റെ അടുത്ത് വരുന്ന നിക്കി ഞാൻ റൂമിൽ പോയപ്പോൾ മാലിക് എന്നെ ഇറക്കി വിട്ടു എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും അവിടേക്ക് നേത്ര വരികയാണ്. നേത്രയെ പേടിച്ച് നിക്കി നിൽക്കുമ്പോൾ നേത്ര മാലിക് എല്ലാവരെയും കാണണമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അവിടേക്ക് മാലിക് വരികയാണ്. എന്നിട്ട് മാലിക് പണ്ട് മുതൽ നിങ്ങൾ നടത്തിയിരുന്ന ചെകുത്താൻ ചടങ്ങുകൾ ഇനി മുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ വന്നു. അതുകൊണ്ട് ഇനി മുതൽ പുതിയ ചെകുത്താൻ ചടങ്ങുകൾ നിക്കിയുടെ മാലിക്കിന് വേണ്ടി നിക്കി ചെയ്യും. ചന്ദ്രമസിലെ ചെന്നായിയുടെ അടുത്ത് പോയി എനിക്ക് വേണ്ടി അമൃത് നിക്കി കൊണ്ടുവരണം എന്ന് പറയുന്നത് കേട്ട് നിക്കിയും എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. ശേഷം മാലിക് ശരീരത്തിലെ ചൂട് കൂടുന്നത് കാരണം തണുത്ത വെള്ളത്തിൽ കിടക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന നേത്രയോട് മാലിക് സ്വർണ്ണപ്രഭയെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മാലിക് തന്റെ ശക്തി കൊണ്ട് മാന്ത്രിക കണ്ണാടിയിലൂടെ സ്വർണ്ണപ്രഭയെ കുറിച്ചുള്ള കാര്യങ്ങൾ കാണുകയാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് അകാൽശത്രു മരിച്ചതിന് ശേഷം സ്വർണ്ണപ്രഭ മരിക്കുന്നത് വരെ വളരെ അപകടം നിറഞ്ഞ വഴിയിലൂടെയെല്ലാം യാത്ര ചെയ്തു. അവൾ 5 സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലമാണ് ചന്ദ്രമസിലെ അമൃതുള്ള സ്ഥലം. ഈ 5 സ്ഥലങ്ങളിലും ദുഷ്ടശക്തികളായ 5 ശക്തികളുണ്ട്. സ്വർണ്ണപ്രഭ എന്തിനാണ് ഈ സ്ഥലങ്ങളിലെല്ലാം പോയതെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം. സ്വർണ്ണപ്രഭ പോയ ആ വഴിയിലൂടെയെല്ലാം നിക്കി പോയി ആ 5 ശക്തികളെ എതിർക്കുമ്പോൾ നിക്കിയുടെ ഉള്ളിലുള്ള സ്വർണ്ണപ്രഭ പുറത്തു വരും. അങ്ങനെ നിക്കി പൂർണ്ണമായും സ്വർണ്ണപ്രഭയായി മാറും. മഹാചെകുത്താന്റെ പ്രധാന 5 ശക്തികളെയാണ് സ്വർണ്ണപ്രഭ കാണാൻ പോയത്. നിക്കി ആ ശക്തികളെ എല്ലാം കാണുമ്പോൾ അവരിലുള്ള ശക്തികൾ എനിക്കും കിട്ടും. അപ്പോൾ എനിക്ക് മഹാചെകുത്താനെ നശിപ്പിക്കാൻ കഴിയുമെന്ന് പറയുകയാണ് മാലിക്. അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് നേത്ര. ഈ സമയം മഹാചെകുത്താൻ ഫൂറൻഘട്ടിൽ പോയി മാലിക്കിനെ കൊല്ലാൻ വേണ്ടി നൈരവനോട് പറയുകയാണ്. മറുവശത്ത് ചടങ്ങിന് വേണ്ടി നിക്കിയെ റെഡിയാക്കുകയാണ് നേത്ര. നിക്കിയുടെ ശരീരത്തിൽ ആട്ടിന്റെ രക്തമെല്ലാം തേക്കുകയാണ് നേത്ര. ശേഷം നേത്ര നിക്കിയെ കൊണ്ടുപോവുകയാണ്. നിക്കി ചന്ദ്രമസിലെ ചെന്നായിയുടെ അടുത്ത് പോയി എങ്ങനെ അമൃത് കൊണ്ടുവരും എന്ന് മനസ്സിൽ പറഞ്ഞ് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിക്കി നടന്നു വരുമ്പോൾ നിക്കിയുടെ മുമ്പിൽ പീയൂഷ് വരികയാണ്. പീയൂഷിനെ കണ്ട് നിക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ്. പീയൂഷിനെ കാണുന്ന നേത്ര പീയൂഷിനോട് മാറി നിൽക്കാൻ പറയുകയാണ്. അത് കേൾക്കുന്ന നിക്കി പീയൂഷിന്റെ അടുത്ത് പോയി പീയൂഷിന്റെ കയ്യിൽ പിടിക്കുകയാണ്. അപ്പോൾ പീയൂഷ് നിക്കിയോട് എനിക്ക് നീ വിഷമിക്കുന്നത് ഇഷ്ടമല്ല നിക്കി. എനിക്ക് ഇപ്രാവശ്യം ഒന്നും ചെയ്യാൻ കഴിയില്ല. നിനക്ക് ഒറ്റയ്ക്ക് തന്നെ ഈ ചടങ്ങ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ആരും കാണാതെ നിക്കിയുടെ കയ്യിൽ ഒരു പേപ്പർ കൊടുക്കുകയാണ് പീയൂഷ്. എന്നിട്ട് നിക്കിയോട് സൂക്ഷിക്കണമെന്ന് പറയുകയാണ് പീയൂഷ്. അപ്പോൾ അവിടേക്ക് വരുന്ന മാലിക് ഭവാനിയെ വിളിച്ചിട്ട് നിക്കിയെ ചന്ദ്രമസിന്റെ അടുത്ത് വരെ കൊണ്ടുപോകാൻ പറയുകയാണ്. തുടർന്ന് മാലിക് നിക്കിയോട് ഈ ചടങ്ങ് നീ പൂർത്തിയാക്കിയില്ല എങ്കിൽ, നീ അമൃത് എനിക്ക് കൊണ്ടുവന്നില്ല എങ്കിൽ ഈ കുടുംബത്തിലെ ഒരാളെ ഞാൻ കൊല്ലുമെന്ന് പറയുകയാണ് മാലിക്. അത് കേട്ട് പീയൂഷും നിക്കിയും വിഷമിച്ച് നിൽക്കുകയാണ്. ശേഷം പീയൂഷിനെ നോക്കിയിട്ട് നിക്കി അവിടെ നിന്ന് പോവുകയാണ്. നിക്കി കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. നിക്കി പോകുന്നത് നോക്കി വിഷമത്തോടെ നിൽക്കുകയാണ് പീയൂഷ്. തുടർന്ന് നിക്കി ഭവാനിയുടെ കൂടെ ജീപ്പിൽ പോവുകയാണ്. അപ്പോൾ നിക്കി പീയൂഷ് കൊടുത്തുവിട്ട പേപ്പർ നോക്കുകയാണ്. അതിൽ ചന്ദ്രമസിലെ ചെന്നായെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ചാന്ദ്രദിനത്തിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ചെന്നായ കയറും. ആ സമയം ഒരു മനുഷ്യനെ കൊന്നു തിന്നതിന് ശേഷം ആ ശരീരത്തിൽ നിന്ന് ചെന്നായ പോകും. മൃഗങ്ങളിൽ ഏറ്റവും ക്രൂരനായ മൃഗമാണ് ചന്ദ്രമസിലെ ചെന്നായ. അതെല്ലാം വായിക്കുന്ന നിക്കി പേടിക്കുകയാണ്. ഈ സമയം നിക്കി ഒറ്റയ്ക്ക് പോയത് കണ്ട് വിഷമം തോന്നിയ പീയൂഷ് നിക്കിയുടെ കൂടെ ഞാനും പോകേണ്ടതായിരുന്നു. എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം ഇല്ല എന്ന് പറയുകയാണ് പീയൂഷ്. തുടർന്ന് നിക്കി ഭവാനിയോട് അന്ന് മാലിക്കിന്റെ റൂമിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. എന്നിട്ട് ഞാൻ ഈ ചടങ്ങ് ചെയ്തിട്ട് ജീവനോടെ തിരിച്ചു വന്നില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പീയൂഷിനോട് പറയണം. എന്റെ ജീവിതത്തിൽ ആദ്യത്തേതും അവസാനത്തെ പ്രണയവും പീയൂഷ് ആണെന്ന് പറയണം എന്ന് ഭവാനിയോട് പറഞ്ഞിട്ട് നിക്കി അവിടെ നിന്ന് പോവുകയാണ്. പേടിച്ചാണ് നിക്കി കാട്ടിന്റെ അകത്തേക്ക് പോകുന്നത്. കുറച്ചു ദൂരം നടന്നു പോകുമ്പോൾ നിക്കിയുടെ പുറകിൽ നിന്ന് ആരോ നിക്കിയുടെ തലയ്ക്ക് അടിക്കുകയും അപ്പോൾ തന്നെ നിക്കിയുടെ ബോധം പോവുകയും ചെയ്യുന്നു. നിക്കി അവിടെ താമസിക്കുന്ന കാട്ടിലെ മനുഷ്യർ അവരുടെ ഗ്രാമത്തിൽ കൊണ്ടുപോയി ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. കണ്ണു തുറക്കുന്ന നിക്കി പേടിച്ച് അവിടെ എല്ലായിടത്തും നോക്കുകയാണ്. കുറെ പേർ നിക്കിയുടെ മുമ്പിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിലായി കുറച്ച് പുരുഷന്മാരെ ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അതെല്ലാം കണ്ട് പേടിക്കുന്ന നിക്കി അവരോട് നിങ്ങൾ എല്ലാവരും ആരാണ്? ഞാൻ നിങ്ങളെ ആരെയും ഉപദ്രവിക്കാൻ വന്നതല്ല. ഞാൻ ചന്ദ്രമസിലെ ചെന്നായിയുടെ കയ്യിൽ അമൃതം എടുക്കാൻ വന്നതാണെന്ന് നിക്കി പറയുന്നത് കേട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരും പേടിക്കുകയാണ്. അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഒരു പ്രായമുള്ള സ്ത്രീ നിക്കിയുടെ അടുത്ത് വന്നിട്ട് നിക്കിയെ നോക്കി ഇന്ന് പൗർണമി ദിവസമാണ്. ഈ കെട്ടിയിട്ടിരിക്കുന്ന പുരുഷന്മാരിൽ ഒരാളുടെ ശരീരത്തിൽ ആ ചെന്നായ കയറും. എന്നിട്ട് ഞങ്ങളുടെ കൂടെയുള്ള ആരെയെങ്കിലും ഒരാളെ വേട്ടയാടി കൊന്ന് രക്തം കുടിക്കും. പക്ഷേ ഇന്ന് നിന്നെയാണ് ഞങ്ങൾ ചെന്നായിക്ക് കൊടുക്കാൻ പോകുന്നത് എന്ന് അവർ പറയുന്നത് കേട്ട് പേടിച്ച് നിൽക്കുകയാണ് നിക്കി. ഈ സമയം മറുവശത്ത് പീയൂഷ് നിക്കിയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് ആരും കാണാതെ പാലസിൽ നിന്ന് പുറത്തു വരികയാണ്. അപ്പോൾ മാലിക്കിന്റെ ചെകുത്താൻ മൃഗങ്ങൾ പീയൂഷിനെ ഉപദ്രവിക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന മാലിക് പീയൂഷിനെ രക്ഷിക്കുന്നു. ശേഷം മാലിക് പീയൂഷിനോട് നീ ഇപ്പോൾ മരിക്കാൻ പാടില്ല. എനിക്ക് ഒരു ലക്ഷ്യമുണ്ട്. അത് നടക്കണമെങ്കിൽ നീ ജീവനോടെ ഉണ്ടാവണമെന്ന് പറയുന്നത് കേട്ട് പീയൂഷ് അവിടെ നിന്ന് പോവുകയാണ്. പീയൂഷ് അവിടെ നിന്ന് പോകുന്നത് കാണുന്ന മാലിക് നേത്രയോട് എനിക്ക് എന്റെ ശരീരത്തിലെ ചൂട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല നേത്ര. എന്നെ തീ വിഴുങ്ങുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. എന്ത് ചെയ്തിട്ടാണെങ്കിലും എന്റെ ശരീരം എനിക്ക് തണുപ്പിക്കണമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മാലിക്. നിക്കിക്ക് ചന്ദ്രമസിൽ നിന്ന് അമൃത് കിട്ടുമോ എന്നറിയാൻ അടുത്ത എപ്പിസോഡിൽ ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്